നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരനായ കുയിലിനെ കുറിച്ച് കേൾക്കുമ്പോൾ കൗതുകം തോന്നാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ സ്വന്തമായൊരു വീട് പോലും ഇല്ലാത്ത പക്ഷിയാണ് കുയിലെന്ന് നിങ്ങൾക്കറിയാമോ? പക്ഷികളിൽ ഏറ്റവും വലിയ മടിയൻ കുയിലാണെന്ന് പറയാം. കുയിലുകൾ സ്വന്തമായി കൂട് നിർമ്മിക്കാറില്ല. പകരം കാക്കയുടെയോ മറ്റു പക്ഷികളുടെയോ കൂട് കണ്ടുപിടിച്ച് അവിടെയാണ് മുട്ടയിടുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്ന പണി കുയിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു. മുട്ടയിലെ കള്ളത്തരം. കാക്കയുടെ മുട്ടയുമായി വളരെയധികം സാമ്യമുള്ള മുട്ടകളാണ് കുയിലുകൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് തന്റെ കൂട്ടിലിരിക്കുന്നത് സ്വന്തം മുട്ടയാണോ കുയിലിന്റെ മുട്ടയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ചിലപ്പോൾ കാക്കയുടെ മുട്ടകളിലൊന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷമാണ് കുയിൽ അവിടെ മുട്ടയിടുന്നത്. ജനിക്കുമ്പോഴേ തുടങ്ങുന്ന യുദ്ധം. കാക്കയുടെ മുട്ട വിരിയുന്നതിന് മുമ്പേ കുയിലിന്റെ മുട്ട വിരിയും. വിരിഞ്ഞു വരുന്ന കുയിൽ കുഞ്ഞുങ്ങൾ കൂട്ടിനുള്ളിലെ മറ്റു മുട്ടകളെ പുറത്തേക്ക് തള്ളിയിടാറുണ്ട്. തനിക്ക് കിട്ടുന്ന ഭക്ഷണം മറ്റാരും പങ്കിടരുത് എന്ന വാശിയിലാണ് കുയിൽ കുഞ്ഞ് ജനിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്യുന്നത്. ആൺകുയിൽ മാത്രമാണ് പാടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, നമ്മൾ കേൾക്കുന്ന മനോഹരമായ കുയിലിന്റെ ശബ്ദം ആൺകുയിലുകളുടേതാണ്. പെൺകുയിലുകൾ സാധാരണയായി പാടാറില്ല. പകരം അവയ്ക്കൊരു പ്രത്യേക തരം ചിരി പോലുള്ള ശബ്ദമാണുള്ളത്. ലോകസഞ്ചാരിയായ കുയിൽ. ചിലയിനം കുയിലുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിക്കാറുണ്ട്. ഏഷ്യ മുതൽ ആഫ്രിക്ക വരെ പറക്കാനുള്ള കരുത്ത് ഈ പക്ഷികൾക്കുണ്ട്. ഇണചേരലിലെ തന്ത്രങ്ങൾ. കുയിലുകൾ മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്നത് കാക്കയുടെ കൂടാണല്ലോ. ഇതിനായി ആൺകുയിലും പെൺകുയിലും ചേർന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ നടത്താറുണ്ട്. ആദ്യം ആൺകുയിൽ കാക്കയുടെ കൂടിനടുത്ത് ചെന്ന് ബഹളം വെക്കും. ഇത് കണ്ട് ദേഷ്യം വരുന്ന കാക്ക ആൺകുയിലിനെ ഓടിക്കാൻ അതിന്റെ പിന്നാലെ പോകും. ഈ സമയം നോക്കി പെൺകുയിൽ വേഗത്തിൽ കാക്കക്കുട്ടിൽ വന്ന് മുട്ടയിടും. ഇവർ തമ്മിലുള്ള ഈ ഒത്തൊരുമ ശരിക്കും അത്ഭുതകരമാണ്. ശബ്ദത്തിലെ ഐക്യം. ആൺകുയിലുകൾ പാടുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഇത് വെറുതെ പാടുന്നതല്ല, തന്റെ അതിർത്തി ഉറപ്പിക്കാനും പെൺകുയിലിനെ ആകർഷിക്കാനുമാണ്. പെൺകുയിൽ തിരിച്ച് മറുപടി പറയുന്നത് ഒരു കിരികിരി ശബ്ദത്തിലൂടെയാണ്. ഇവർ തമ്മിൽ ദൂരെ ഇരുന്നു പോലും ശബ്ദത്തിലൂടെ കൃത്യമായ ആശയവിനിമയം നടത്താറുണ്ട്. ഭക്ഷണ രീതിയിലെ പ്രത്യേകത. മൈനയെയും കൊക്കിനെയും പോലെ മീനോ പ്രാണികളോ മാത്രമല്ല കുയിലുകൾ കഴിക്കുന്നത്. ഇവയ്ക്ക് പഴങ്ങൾ വളരെ ഇഷ്ടമാണ്. പ്രകൃതിയിൽ വിത്തുകൾ വിതരണം ചെയ്യുന്നതിലും ഇവർ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. കുയിലിന്റെ ഈ സ്വഭാവം നിങ്ങൾക്കറിയാമായിരുന്നോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.